കേരള കുംഭമേളയെ സംസ്ഥാന സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്നും 2027 കുംഭമേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് പേർ തിരുനാവായയിൽ എത്തിച്ചേരുമെന്നും മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞു. തിരുനാവായയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രയാഗ്രാജിൽ എല്ലാ വർഷവും നടക്കുന്ന മാഘമേളയ്ക്ക് സമാനമായ രീതിയിലായിരിക്കും തിരുനാവായയിലെ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരും മാഘത്തിന് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇപ്പോൾ കുംഭമേളകളൊക്കെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ആ പ്രദേശത്ത് സാമ്പത്തിക സ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയൊരു കാര്യം കഴിഞ്ഞ തവണ ഒരു 40 ലക്ഷം ആളുകൾ വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ അവരൊരു 1000 രൂപ വീതമെങ്കിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നൊരു സാമ്പത്തിക വിനിമയം എത്രയാണെന്ന് ലളിതമായിട്ട് ചിന്തിച്ചാൽ അറിയാം. 2028 നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായാണ് 2027 കേരള കുംഭമേള സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ വിവിധ സന്യാസി പരമ്പരകളിൽപ്പെട്ട സന്യാസിമാർ ഇത്തവണ തിരുനാവായയിലെത്തും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയും സന്യാസിമാരുടെയും വലിയ സാന്നിധ്യം മേളയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2027 മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയുള്ള കാലയളവിലാണ് കേരള കുംഭമേള നടക്കുക. വൻതോതിൽ തീർത്ഥാടകർ എത്തുമെന്നതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ് തിരുനാവായ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ 049420840110 7034071111.